മക്കളെ, വെൽക്കം ബാക്ക് ടു ദി ജിപോട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസാണ്. സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലേ മിസ് എപ്രിസിയേഷൻ നോട്ട് അല്ലെ, അത് ഒരുപാട് ഞാൻ കമന്റ്സും കണ്ടു. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട്, മിസ് എപ്രിസിയേഷൻ നോട്ട് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്, ഏത് പോയിന്റിന്റെയാണ് മിസ് എപ്രിസിയേഷൻ നോട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അല്ലെ. എടാ, അപ്പം ഇന്ന് മിസ് ഈ വീഡിയോയില് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പോം എന്നല്ല, ഏത് കവിത വന്നാലും അപ്രിസിയേഷൻ നോട്ട് എങ്ങനെ എഴുതാന്നുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഓക്കെടാ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുകയും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് അല്ലേ, നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക വേണം. അപ്പോൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആവും. അപ്പോൾ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അവിടെ വാട്സ്ആപ്പിൽ കിട്ടും കേട്ടോ. യെസ്, സോ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. എന്താണ്ടാ അപ്രിസിയേഷൻ നോട്ട് അല്ലേ? എന്താണ് ഈ അപ്രിസിയേഷൻ നോട്ട്? എനിക്ക് നിങ്ങൾ 9th സ്റ്റാൻഡേർഡ്സുകാരെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ അല്ലെ ഓണം എക്സാമിനാണ് നിങ്ങൾ ഈ സംഗതി ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നത്. നമ്മൾ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ആസ്വാദന ടിപ്പണിന്നും ആസ്വാദന കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിലും അപ്രിസിയേഷൻ നോട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ആദ്യമായിട്ട് ഈ വർഷമാണ് എഴുതുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സംഗതിയാണ്. പക്ഷെ മക്കളെ, ഇതിന്റെ ഒരു ടിപ്പ്, അതായത് ഇതിന്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വേറെ ഇല്ല. അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കടാ, യെസ്, ഇതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ ഡോറ ബുജ്ജിയൊക്കെ കളിക്കുന്ന, ഡോറയും ബുജ്ജിയൊക്കെ പറഞ്ഞാൽ എന്താണ് പാറ, വലിയ കുന്ന്, വലിയ ചുവന്ന കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഇതൊരു വഴി ഫോളോ ചെയ്യാണ്ട്. ആ വഴി എന്താണ്? ഇൻട്രൊഡക്ഷൻ, തീംസ്, സമ്മറി, പോയറ്റിക് ഡിവൈസസ്, ഒപ്പീനിയൻ. അപ്പൊ ഫോളോ വിത്ത് മീ. എന്താണ്? ഇൻട്രൊഡക്ഷൻ, തീംസ്, സമ്മറി, പോയറ്റിക് ഡിവൈസസ്, ഒപ്പീനിയൻ. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അപ്രിസിയേഷനും പുഷ്പം പോലെ എഴുതാനുള്ളൂ മക്കളെ. കാണിച്ചു തരാം. ഇൻട്രൊഡക്ഷൻ. എടാ, ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ അല്ലെ? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് മിസ് എഴുതേണ്ടത്? എടാ, ഏത് അപ്രിസിയേഷൻ ആയാലും, നത്തിങ് ടോയ്സ് ആയിക്കോട്ടെ, സക്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാക്ക് എലോൺ ആയിക്കോട്ടെ, ഏതോ കവിത, ഈ 3 കവിതകൾക്കാണ് കൂടുതലായിട്ട് അപ്രിസിയേഷൻ നോട്ട് വരാൻ ചാൻസ് ഉള്ളത്. വാക്ക് എലോണും സക്സസും നത്തിങ് ടോയ്സ് കേട്ടോ. ഇത് 3 നല്ലോണം പഠിച്ചു വെച്ചോട്ടോ. അതിനകത്ത് തന്നെ വാക്ക് എലോണും സക്സസിനും കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം നത്തിങ് ടോയ്സ് നമുക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വാക്ക് എലോൺ നന്നായിട്ട് നോക്കി വെച്ചോളൂ. സോ എങ്ങനെയാണ് ഇനി എഴുതുക? ഇനി ഏത് കവിത വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതടാ? ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ദ ടൈറ്റിൽ ഓഫ് ദ പോയം ആൻഡ് പോയിറ്റ്സ് നെയിം. ആ കവിതയുടെ ടൈറ്റിൽ, ഓക്കെ, അതായത് ദ പോയം സക്സസ് അല്ലെങ്കിൽ വാക്ക് എലോൺ ഇസ് റിട്ടൺ ബൈ ആരാണോ എഴുതിയത് അയാളുടെ പേര് കൊണ്ട് എഴുതുക. ഗിവ് എ ഷോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പോയറ്റ് ഇഫ് യു നോ. അതായത് നിങ്ങൾക്ക് ആ കവിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യടാ, ആ കവിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ലൈനും കൂടെ എഴുതി വെക്കുക. അതിപ്പം അല്ലെ ടാഗോർ ആണെന്നുണ്ടെങ്കിൽ ടാഗോറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വഴി എഴുതി വെക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഉണ്ടാവില്ലേ, ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെറിയ പ്രൊഫൈൽ കൊടുക്കുന്നില്ലേ, ആ പ്രൊഫൈൽ ഒന്ന് വായിച്ചു നോക്കുക. അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് അവിടെ എഴുതേണ്ടതെന്ന് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ അത് എഴുതുക. നെക്സ്റ്റ്, ബ്രീഫ്ലി സ്റ്റേറ്റ് വാട്ട് ദ പോയം ഇസ് അബൌട്ട്. ഈ പോയം എന്തിനെ കുറിച്ചാണെന്നുള്ളത് വളരെ ബ്രീഫ് ആയിട്ട് 1-2 വരിയിൽ ഈ പോയമിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള തീം എന്താണ്, അല്ലെങ്കിൽ ദ പോയം ഡിസ്കസസ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണോ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ ജസ്റ്റ് ഒരു വരിയിൽ എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ തീംസ്, ദ തീം ഓഫ് ദ പോയം ഇസ്, ആ കവിതയുടെ തീം എന്താണെന്നുള്ളത് പോലെ ദ തീം ഓഫ് ദ പോയം ഇസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കി എഴുതാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് തീം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കവിത അതൊന്ന് പഠിച്ചു വെക്കണം. ആ കവിതയുടെ തീം എന്താണ്, അതിനകത്തുള്ള പോയറ്റിക് ഡിവൈസ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. യെസ്, ഓക്കെ, ഇനി ആ പോയിന്റ് എന്താണ് അതിൽ കൺവേ ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനിലകത്ത് കവിയുടെ പേര്, കവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അത്, അതേപോലെ തന്നെ ദ പോയം ഡിസ്കസസ് അബൌട്ട് അല്ലെങ്കിൽ ദ മേജർ തീം ഓഫ് ദ പോയം ഇസ് എന്ന് പറഞ്ഞിട്ട് അത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ്, അതേപോലെ തന്നെ ആ കവിതയ്ക്ക് ഇൻ കേസ് റൈം സ്കീം ഉണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ പഠിക്കുന്ന കവിതയ്ക്ക് റൈം സ്കീം ഉണ്ടെന്ന് വിചാരിക്കുക. റൈം സ്കീം ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യണം, റൈം സ്കീമും കൂടെ ആ ഒരു പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. യെസ്, ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ മക്കളെ സമ്മറി ഓഫ് ദ പോയം. നിങ്ങൾക്ക് 100 ലൈൻസ് ഉള്ളൊരു, അതായത് 100 ലൈൻസ് ഉള്ള ഒരു പോയമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അപ്രിസിയേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ 100 വരിന്റെയും മീനിങ് അല്ലെങ്കിൽ സമ്മറി എഴുതി വെക്കോ? ഇല്ല, എഴുതി വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ലൈൻസ് ആണോ തരുന്നത്, 5 ലൈൻസ് ആണെങ്കിൽ 5 ലൈൻസ്, 8 ലൈൻസ് ആണെങ്കിൽ 8 ലൈൻസ്, ആ 8 ലൈൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന എത്ര ലൈൻസ് ആണോ അത്ര ലൈൻസിന്റെ മാത്രം സമ്മറി നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതിയാൽ മതി. കാരണം മക്കളെ, ഇത് വെറും 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിന് ക്വസ്റ്റ്യൻ ഒന്നല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് നിങ്ങളുടെ മൊത്തം ആൻസർ ഒരു ഫുൾ സൈഡും നെക്സ്റ്റ് സൈഡിന്റെ ഒരു പകുതി വരെയോ അല്ലെങ്കിൽ ഒരു കാൽഭാഗം വരുന്ന അത്രയും മതി. ഓക്കെ, സോ എന്ത് ചെയ്യടാ, ആ ഒരു നിങ്ങൾക്ക് തന്ന ലൈൻസിന്റെ മാത്രം സമ്മറി അല്ലെ, റൈറ്റ് എ ബ്രീഫ് സമ്മറി
അതിന്റെ ബിഗിനിങ് മിഡിൽ എൻഡ് എന്നുള്ള പോലെ അങ്ങനെ പറയാം. ഓക്കെ, അപ്പം അത്രയും എഴുതിയാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് പാരഗ്രാഫിലായിട്ട് എന്തെഴുതാ, ലാസ്റ്റ് പാരഗ്രാഫ് അല്ല, മൂന്നാമതൊരു പാരഗ്രാഫായിട്ട് പോയറ്റിക് ഡിവൈസസ്. എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ്? അതിനകത്ത് എന്തെങ്കിലും സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ഓർ ലൈക്ക് വെച്ചുള്ള കമ്പാരിസൺ ആണ് സിമിലി. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് അല്ലെ. ഷീ ഇസ് സ്വീറ്റ് അല്ലെങ്കിൽ ഹി ഇസ് എ റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ആ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. നെക്സ്റ്റ് പേഴ്സോണിഫിക്കേഷൻ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ഒബ്ജക്ട്സ് അല്ലെ. എന്താണ് ഇപ്പം ദ സ്റ്റാർ വിങ്ഡ് അറ്റ് മീ അല്ലെ, ദ സ്റ്റാർ വിങ്ഡ് അറ്റ് മീ അല്ലെങ്കിൽ നമ്മുടെ നത്തിങ് ടോയ്സിലാണെങ്കിൽ ആ ടൈമിനെയൊക്കെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. പിന്നെ എന്തെങ്കിലും ഇമേജറീസ്, വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു വിഷ്വൽ ആയിട്ട് കാണാൻ വേണ്ടി കഴിയും. ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, അതിനെ നമുക്ക് വായിക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ടിൽ അത് ടിക്കിംഗ് ഓഫ് ദ ക്ലോക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന ആ സൗണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയില്ലേ. സോ ഓഡിറ്ററി ഇമേജറീസ്, അതുപോലെ തന്നെ വിഷ്വൽ ഇമേജറീസ്, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. നെക്സ്റ്റ് അലിട്രേഷൻ. അസോണൻസ് നിങ്ങൾ തൽക്കാലം കാര്യമാക്കണ്ട. അലിട്രേഷൻ എന്താണ്? അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ഇൻ ദ ഇൻ എ ലൈൻ അല്ലെ. ഒരു ലൈനിൽ, അതായത് കവിതയുടെ ഒരു ലൈനിൽ, ഒരു പ്രത്യേക ലൈനിൽ കോൺസണന്റ് സൗണ്ട്സ് അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയാ ആ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നോക്കിടാ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. Betty bought some bitter butter, but the butter was. അപ്പൊ അതിനകത്ത് Betty bought some bitter butter എന്നുള്ളത് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. ഇങ്ങനത്തെ എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് ആ കവിതയ്ക്ക് ഉണ്ടെന്നാണെങ്കിൽ അത് നിങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ആൻഡ് ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ എന്ത് ചെയ്യുക? ഐ ലവ് ദിസ് പോയം അല്ലെ, എനിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ കവിതയിലെ ഈ ഒരു ലൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ദ പോയം കൺവേസ് ദ തീം ഓഫ് അല്ലെ, ആ തീം ഒന്നും കൂടെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്രിസിയേഷൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ മക്കളെ. അപ്രിസിയേഷൻ ആയിട്ട് വേറെ വലിയ പണിയൊന്നുമില്ല. ഇനി ഇതിന് നിനക്ക് എഴുതാനുള്ള കുറച്ച് സ്റ്റെൻസിൽ പോലെയുള്ള കുറച്ച് സെന്റൻസസ് മിസ് കാണിച്ചു തരാം. നിനക്ക് എളുപ്പത്തിന് എഴുതാനായിട്ട്. നോക്കിയിടാ, ഏത് ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെ, ഏത് പോമിന്റെ അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് ആട്ടോ. നോക്കി, ദ പോയം ഇപ്പം ഏതാ സക്സസ് ആണെങ്കിൽ ദ പോയം സക്സസ്, അല്ലെങ്കിൽ ദ പോയം നത്തിങ് ടോയ്സ്. ദ പോയം നത്തിങ് ടോയ്സ് ഇസ് റിട്ടൺ ബൈ വിസ്ലാവ സിംബോർസ്ക. കണ്ടോ? അപ്പൊ ആ പോയം എന്നുള്ളതുണ്ട്, ഇസ് റിട്ടൺ ബൈ എന്നുള്ളതുണ്ട്. ബാക്കിയാ നിങ്ങൾ ആ ടൈറ്റിലും കവിയുടെ പേരും അവിടെ എഴുതുക. പിന്നെ ദ പോയിറ്റ് ഇസ് നോൺ ഫോർ, ആ കവിനെ കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ദ പോയം മെയിൻലി ഫോക്കസസ് ഓൺ അല്ലെ, പോയം എന്തിന്റെ മേലെയാണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ബ്രീഫ്ലി സ്റ്റേറ്റ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയിന്റ്. ആ ഒരു സെൻട്രൽ ഐഡിയ ബ്രാക്കറ്റിൽ എന്താണ്, നിങ്ങൾ ആ ഒരു ഐഡിയ എന്താണോ അത് നിങ്ങൾ അവിടെ എഴുതുക. പിന്നെ ത്രൂ ദിസ് പോയം ദ പോയറ്റ് എക്സ്പ്രസസ്, ഈ കവിതയിലൂടെ പോയറ്റ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു ആ കാര്യം എഴുതുക. നെക്സ്റ്റ് തീംസ്, അത് അതിന്റെ കൂടെ തന്നെ കേട്ടോ. ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ തീംസും കൂടെ കേട്ടോ. ദ മേജർ തീം ഓഫ് ദ പോയം അല്ലെങ്കിൽ ദ പോയറ്റ് ഹൈലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യം കൂടെ എഴുതാം. നെക്സ്റ്റ് അടുത്ത ഒരു പാരഗ്രാഫായിട്ട് നമുക്ക് സമ്മറി ഇല്ല, ആ ഒരു ലൈൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ നോക്കിയിടാം. ഇൻ ദ ബിഗിനിങ് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ്, ആ കവിത തുടങ്ങുന്നതിന്റെ മുന്നല്ലേ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇൻ ദ ബിഗിനിങ് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ്, എന്താണ് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. ആസ് ദ പോയം പ്രോഗ്രസസ്, അതായത് പോയം മുന്നോട്ട് പോകുന്തോറും ഇങ്ങനെയൊക്കെയാണ് അതിലുണ്ടാവുന്നത്. ഇൻ ദ ഫൈനൽ പാർട്ട്, കവിതയുടെ അവസാനത്തേക്ക് എന്താണ് പോയറ്റ് ഇതാണ് കൺവേ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് അത് എൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുമ്പോഴോ ദ പോയറ്റ് യൂസസ് സിമിലി, മെറ്റഫർ, ഇമേജറി ഒക്കെ ആസ് സീൻ ഇൻ ദ ലൈൻ. എന്നിട്ട് ആ ലൈന്, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ലൈനിൽ നിങ്ങൾ സിമിലിയോ മെറ്റഫറോ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യടാ, ആ ലൈനിനെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡബിൾ കോട്ട്സിലാക്കുക. ലൈൻ എന്ത് ചെയ്യുക, ഒരു ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് എഴുതുക. ആ ലൈൻ ഒരു ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് എഴുതുക. അപ്പൊ അതും ഈസി ആയി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ദ യൂസ് ഓഫ് ഇന്ന അല്ലെ, അലിട്രേഷൻ, അസോണൻസ്, അല്ലെങ്കിൽ മക്കൾ ഇതാ അലിട്രേഷൻ, അസോണൻസ്, റൈം, റിതം ഇതൊക്കെ വരുന്നുണ്ടെന്നാണെങ്കിൽ ആ പോമിന്റെ മ്യൂസിക്കൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കൽ ക്വാളിറ്റീനെ അപ്പീൽ ചെയ്യുന്നു എന്നുള്ള പോലെ എഴുതണം. എന്തൊക്കെയാണ്? അലിട്രേഷൻ, റൈം, റിതം, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരികയാണ്. റൈം സ്കീം അല്ലെങ്കിൽ റിതം ഒക്കെ വരികയാണെങ്കിൽ അത് എന്താ ഇൻഫ്ലുവൻസ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി. അതാണെങ്കിൽ മാത്രം കേട്ടോ. സിമിലി മെറ്റഫർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അലിട്രേഷൻ, അസോണൻസ്, പിന്നെ അതുപോലെ തന്നെ റൈം, റിതം ഒക്കെയാണ് കേട്ടോ അതിൽ വരുന്നത്. അങ്ങനെ
അത്രയും പറയാ. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാ, ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ദ പോം ഇസ്, എന്താണ് നിങ്ങൾക്ക് എന്താണോ ആ കവിതയെ കുറിച്ച് ഇഷ്ടമുള്ളത് ആ കാര്യം എഴുതി വെക്കാം. ദ പോയിറ്റ്സ് ഡിസ്ക്രിപ്ഷനിലെ ആ ഒരു പോയിറ്റിന്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പോം കുറേ കൂടെ എൻജോയബിൾ ആക്കി, പോം മോർ എൻജോയബിൾ, മെയ്ഡ് ദ പോം മോർ എൻജോയബിൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഓവറോൾ ദ പോം ഇസ്, എന്താണോ ആ പോയത്തിനെ കുറിച്ച് ഓവറോൾ ആയിട്ട് പറയാനുള്ളത് അങ്ങനെയും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്രിസിയേഷൻ നിങ്ങൾക്ക് റെഡി ആവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് നിങ്ങളൊന്ന് നമ്മുടെ സക്സസിന്റെയോ അല്ലെങ്കിൽ വാക്ക് അലോണിന്റെയോ ഒന്ന് അപ്രിസിയേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ. മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വളരെ ചെറിയൊരു ചാൻസ് നമുക്ക് നത്തിങ് ടോയ്സും കൂടെ കാണാം. ലെറ്റ് ഇറ്റ് ഗോന്റെ അകത്ത് എന്തായാലും അപ്രിസിയേഷൻ ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ അതിന് ലെറ്റ് ഇറ്റ് ഗോന്റെ അകത്ത് പോം കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് നോക്കാം, അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, അറ്റംപ്റ്റ് ചെയ്ത് ഒന്ന് മിസ്സിനെ അറിയിക്കും കൂടെ ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഓക്കേടാ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.